ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ സുഹൃത്തായ രാജീവ് ഏട്ടൻ്റെ പല കാലം പല വക എന്നുള്ള കവിതയുടെ പുസ്തക പ്രകാശനത്തിനാണ്. അപ്പോൾ ഇത് ഷൊർണൂർ ഗസീബോ ഹെറിറ്റേജിൽ വെച്ചിട്ടാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. ഒരുപാട് പ്രശസ്തരായ ആളുകളൊക്കെ ഉണ്ട്. കവി പി രാമനാണ് ജോളി ചിറയത്തിന് നൽകി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഗസീബോ ഞാൻ ആദ്യമായിട്ടാണ്. വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല മനോഹര കാഴ്ച. എങ്ങ് നോക്കിയാലും പച്ചപ്പും ശ്രീ ബുദ്ധൻ്റെ പ്രതിമകളുള്ള വളരെ നല്ലൊരു സ്ഥലം. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കയറി ചെല്ലുന്ന ഭാഗമാണിത്. നമ്മുടെ സ്വാതി മാഷുണ്ട്, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്ത കുറച്ച് ആ സ്ഥലത്തിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതാണ്. പറ്റാവുന്ന സമയം കൊണ്ട് എക്സ്പ്ലോർ ചെയ്തതാണെന്ന് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. നല്ല മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട്. കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ആണെങ്കിൽ, കുറച്ചല്ല മിക്കവാറും ആർട്ടിഫിഷ്യാലിറ്റിയാണ്. കുറേ അവിടെ ഉള്ള മരങ്ങളിനെ നിലനിർത്തി അതിൽ നല്ല ഭംഗി. അതായത് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആകാശം കാണാൻ മാത്രമേ, ബാക്കി അത്രയും പച്ചപ്പാണ്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മൺമറഞ്ഞു പോയ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം നല്ല പഴയ വാഹനങ്ങൾ, കുറേ കാറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എങ്ങ് തിരിഞ്ഞാലും ബുദ്ധയുടെ സ്റ്റാച്യൂസാണ്, അതല്ലെങ്കിൽ എന്താ പറയുക, പ്രതിമകൾ ഉണ്ട് അവിടെ. നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് കുറച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ.
ലിറ്ററേച്ചർ പ്രസിദ്ധീകരിക്കുന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങിന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിലെ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്കും യഥാർത്ഥത്തിൽ തന്നെ ബാണഭട്ടൻ എന്നൊരു കവിയുമുണ്ടായി. വിക്രമാദിത്യന് ഇടയ്ക്കിടയ്ക്ക് രാജ്യത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും പ്രജകളെക്കുറിച്ചും ഒരു സംശയം വരും. അതൊക്കെ സമസ്യാ പൂരണത്തിനായിട്ട് വിട്ടുകൊടുക്കും. വിക്രമാദിത്യൻ ഒരു 4 വരി എഴുതും, ബാക്കി 4 വരി കവികൾ പൂരിപ്പിക്കണം. അതാണ് അതിന്റെ കണക്ക്. അങ്ങനെ ഒരു സംശയം ഒരു ദിവസം ഉടനടി പോയി അത് പൂരിപ്പിക്കാൻ ഒരു സമസ്യയായി വെക്കുകയും ചെയ്തു. കാളിദാസന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജന്മനാൽ കവിയാണ്, ദൈവാനുഗ്രഹം കൊണ്ട കവിയാണ്. അദ്ദേഹം ഗുണം തന്നെ ഒരു ഓലയെടുത്ത് അപ്പൊ തന്നെ കവിത പൂരിപ്പിച്ചു കൊടുത്തു. 3 ദിവസമാണ് കവിതയ്ക്ക് വെച്ച കാലാവധി. ഓരോ ദിവസങ്ങളിലായി 18 ആൾക്കാർ പൂരിപ്പിച്ച് ബാണമട്ടം മാത്രം കവിത പൂരിപ്പിച്ചില്ല. അങ്ങനെ അവസാന ദിവസം അവസാന ഘട്ടത്തിൽ വന്നിട്ടാണ് കവിത കൊടുത്തത്. കവിത ചർച്ചയ്ക്ക് വെച്ചപ്പോ വിക്രമാദിത്യനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ബാണവട്ടന്റെ കവിതയാണെന്ന് കവികൾ സാക്ഷാത്കരിച്ചു. കാളിദാസൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാളിദാസൻ നെഞ്ഞത്തടിച്ചു, നിലവിളിച്ചു, ഭഗവതിയെ വിളിച്ചു പറഞ്ഞു, ദേവി, നീയല്ലേ എന്റെ നാവിൽ അക്ഷരം കുറിച്ചത്, എന്നിട്ടും എന്റെ കവിതയ്ക്ക് തിളക്കം കുറവോ എന്ന് ചോദിച്ചു. ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരേ ഓലത്തൂക്കമുള്ള ഓലയിൽ 2 പേരുടെയും കവിത എഴുതി ഒരു ത്രാസിൽ തൂക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കാളിദാസന്റെ കവിതയും ബാണഭട്ടന്റെ കവിതയും ഒരേ തൂക്കമുള്ള ഓലയിൽ തൂക്കി 2 ത്രാസിൽ വെച്ചപ്പോഴും ബാണഭട്ടന്റെ കവിതയ്ക്കാണ് തൂക്കം കൂടുതൽ. അപ്പോഴാണ് വിക്രമായ കാളിദാസൻ പറഞ്ഞത്, ദേവി, നീ അനുഗ്രഹിച്ചിട്ടും ബാണഭട്ടന്റെ കവിതയ്ക്കാണുള്ള തൂക്കം. ബാണഭട്ടൻ പറഞ്ഞ അതിനൊരു കാരണമുണ്ട്. നിനക്ക് ദൈവമൊക്കെ അനുഗ്രഹിച്ച് നൽകിയതാണ്, ഞാൻ നല്ല കല്ലുകൊണ്ട് പഠിച്ചതാണ്. അങ്ങനെ കല്ലുകൊണ്ട ഒരു ചൂരല് ഈ കവിതയിൽ കിടക്കുന്നുണ്ട് എന്നാണ് എന്റെ ഒരു ധാരണ. അത്യാവശ്യം സാമൂഹികമായും സമരപരമായും ഇതിന്റെ പാരമ്പര്യമുള്ള ആളല്ല. ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. എൺപതുകളുടെ കൂടെയാണ് ഞാൻ എന്റെ ഹൈസ്കൂൾ കാലം ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് രാജീവ് പറയുന്നത്, ഞാൻ സമൂഹത്തിൽ ഇടപെടാൻ തുടങ്ങി, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി, പൊതുമണ്ഡലത്തിൽ സജീവമാവാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. പൊതുമണ്ഡലത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് സാംസ്കാരികമായ ഒരു ഉള്ളടക്കം നിർബന്ധമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് സാഹിത്യം ഉൾപ്പെടെയുള്ള കലകൾ, സാഹിത്യത്തിന്റെ കൈകാര്യം, കവിതയുടെ കൈകാര്യം പറയുന്നത്. ഞാൻ അതിനെ നീട്ടിയെടുക്കുകയാണ്. പൊതുവെ രാജീവിനെ ഒബ്സർവ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ ഉള്ളില് ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഈ ഒരു വക കാലത്ത് പല വക കാര്യങ്ങൾ പറയാൻ പറ്റുക, ചിന്തിക്കുക എന്നത് മനുഷ്യന്റെ സവിശേഷതയാണ്. അത് എല്ലാവർക്കും എഴുത്തിലൂടെയോ ആർട്ടിലൂടെയോ പറയാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ മനുഷ്യൻ ഒരു ആർട്ട് ഫോമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഥ എഴുതിയ ആൾ ഡയറക്ടർ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കാരണം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്.
പറമ്പിൽ, തൃശ്ശൂർ പറമ്പിൽ. അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ വളരെ ജൂനിയറാണ്, ഞാൻ വളരെ സീനിയറല്ലേ, എന്നേക്ക് സംസാരിക്കുന്ന വിചാരിച്ചിട്ടായിരിക്കും വേണ്ടിയില്ല. ചിലർക്ക് പിന്നെ കഥ പറയാനൊരു പ്രത്യേകതയുണ്ട്. നല്ല കഥ എഴുതുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു, ബോധ്യപ്പെടില്ല. ഒന്നുമില്ലെങ്കിലും ചിലർ കഥ പറയും, കഥ പറയുന്നത് കേട്ടാൽ നമുക്ക് അഭിനയിക്കുന്നതും അതിന് വ്യക്തമാണ് രാജീവ്. ഇപ്പൊ രാജീവാണ് കഥ പറയാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞേ, എന്തിനാ മിസ്റ്റർ ഈ കഥ പറയാൻ? ഞാൻ ആദ്യമായിട്ട് കണ്ടേ വെച്ചു. ഈ കഥയൊന്നും എനിക്ക് കേൾക്കുന്ന കാര്യമില്ലല്ലോ, പടം വെക്കാനല്ലേ. എന്റെ പടം വെച്ചാൽ പോലെ നിങ്ങൾക്ക് ആരെ ക്യാമറമാൻ വിളിച്ചോളൂ, എപ്പോഴെനിക്ക് വന്നോളൂ, ഞാൻ നിന്ന് തരാൻ എടുത്തോളൂ, പൊയ്ക്കോളൂ. കൂടിയിരിക്കുന്നത് പുസ്തകത്തെക്കാൾ ഏറെ, എന്റെ കവിതകളെക്കാൾ ഏറെ എനിക്കിഷ്ടം തോന്നുന്നത് ഈ കൂടിയിരിപ്പുകളോടാണ്. നിങ്ങൾ ഓരോരുത്തരും കാണാൻ കഴിയുന്നു, മിണ്ടാൻ കഴിയുന്നു എന്നുള്ളത്, ഇതാണ് ഈ നേരത്തെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒക്കെ വന്നു പോയിച്ചാ ഞാൻ നേരത്തെ പുസ്തകത്തിൽ ഏതാനും വർഷങ്ങളായി പരിചയമുള്ള, അടുപ്പമുള്ള ഒരു സുഹൃത്താണ് ഞാൻ.